സോ ദിസ് ഇസ് എ വെരി ക്വിക്ക് വീഡിയോ. ഞാൻ ഇത് കഴിഞ്ഞ ദിവസത്തോട്ട് ഒരുപാട് വാല്യൂസ് ഡെലിവർ ചെയ്യാനോ ആ ഒരു രീതിയിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ അല്ല. അതേപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാൾക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കാനായിട്ട് പോകുന്നത്. ആ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിന് അല്ലെന്നുണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി കേൾക്കുന്നതിന് മുന്നേ ആരും വന്ന് അപ്ലൈ ചെയ്തത് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒരുപാടില്ലെന്നുണ്ടെങ്കിലും അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് കേട്ടിട്ട് മാത്രം നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയിലോട്ട് അത് കംപ്ലീറ്റ്ലി സ്വിച്ച് ചെയ്തു. ഇപ്പോൾ കയ്യിലെണ്ണാൻ മാത്രമുള്ള കുറച്ച് ക്ലയൻസിനെ വെച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുവന്നു. ഒരുപാട് ഫ്യൂച്ചർ പ്ലാൻസ് ആ സെയിം കമ്പനിയിൽ തന്നെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പുതിയൊരു ടീം ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ആ ടീമിലേക്ക് ഫസ്റ്റ് മെമ്പറിനെ എന്തുമായാലും നമ്മൾ എടുക്കാനായിട്ട് പോവാണ്. അങ്ങനെ ഞാൻ 2-3 പേരായിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ഫൈനലൈസ് ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. ആൻഡ് ഫൈനലൈസ് ചെയ്തു. ഒരു കാര്യം ചെയ്യാം, യൂട്യൂബിൽ നിന്ന് തന്നെ എന്തായാലും ഒരു വീഡിയോ ഉണ്ടാക്കിയിടാം. അതിൽ നിന്ന് കിട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും. സോ നിങ്ങൾക്ക് ഡയറക്റ്റ് വരേണ്ട ആവശ്യമില്ല, പക്ഷെ ഡയറക്റ്റ് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങളുടെ ഒരു 75% വർക്കും ഓൺലൈൻ തന്നെ ആയിരിക്കും. ആൻഡ് സാലറി കിട്ടും കമ്പനിയുടെ, അതായത് ആ ഡിപ്പാർട്ട്മെന്റിന്റെ 20% റവന്യൂ നിങ്ങൾക്ക്, അതായത് ഈ ഫസ്റ്റ് വരുന്ന ആൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത ഒരു പോസ്റ്റ് ആണ്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ജസ്റ്റ് എനിക്കൊരു അർജന്റ് ടൈം വന്നപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ടൈപ്പ് ചെയ്ത് ഞാൻ ഇട്ടിരുന്നു, ഇതുപോലൊരാളെ വേണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അത്യാവശ്യം നല്ലൊരു റെസ്പോൺസ് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ വന്നു. ഒരു 10-12 പേരോളം എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അവരിൽ തോന്നിയ കാര്യം അതിനകത്ത് എത്രത്തോളം പേര് സ്കിൽഡ് ആണ്, പാഷനേറ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ജസ്റ്റ് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടു, വന്ന് അപ്ലൈ ചെയ്തു എന്നാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. ഞാനിവിടെ എന്താണ് വർക്ക് എന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നോ ഒന്നുമല്ല പറയുന്നത്. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ കുറച്ച് സെറ്റ് ഓഫ് ഡീറ്റെയിൽസ് പറയും. അത് നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ മാത്രം താഴത്തെ ലിങ്കിൽ കൊടുത്ത് അപ്ലൈ ചെയ്യുക. അല്ലാത്തൊരു വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ ടൈമും വേസ്റ്റ് ചെയ്യരുത്, എന്റെയും എന്റെ ടീമിന്റെ ടൈമും വേസ്റ്റ് ചെയ്യരുത്. നമ്മുടെ മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ പോലെ ഇപ്പൊ 3 ക്ലയൻസ് ആണ് നമുക്കുള്ളത്. സോ ആ 3 എന്നുള്ള ഒരു കൗണ്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, അതായത് ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള പ്ലാനുകൾ ഞാൻ ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് വർക്ക് ലോഡ് ഉണ്ടാവും. അതേപോലെ തന്നെ ഔട്ട്റീച്ച് ചെയ്യാനായിട്ടുള്ള പല മെത്തേഡ്സും ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് നിങ്ങൾക്ക് കോണ്ടന്റ് റിസർച്ച് ചെയ്യാൻ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് എന്റർടൈനിങ് ആയിട്ടുള്ള കോണ്ടന്റ്സ് കാണാറുള്ളവരാണ്. സോ അങ്ങനെയുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള കോണ്ടന്റ്സ് പ്രിപ്പയർ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ ഐ എം വെരി ഹോണസ്റ്റ് വിത്ത് യു, ഞാൻ എന്താണോ ഇപ്പൊ ചെയ്യുന്ന വീഡിയോസ്, ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറയും. സോ എനിക്ക് കുറച്ച് കോണ്ടന്റ് ഐഡിയാസ് നിങ്ങളെ കൊണ്ട് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് തരുകയും വേണം. അപ്പൊ ഇങ്ങനെ കുറച്ചേറെ പരിപാടികളുണ്ട്. എന്റെ കൂടെ നിന്ന്, എന്റെ ടീമിന്റെ കൂടെ നിന്ന് എല്ലാ ഡീറ്റെയിൽസും ഞാൻ സ്റ്റാർട്ടപ്സ് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അവിടോട്ട് നിങ്ങളെ ഡയറക്റ്റ് ഞാൻ പുഷ് ചെയ്യും. എന്റെ ഡിജിറ്റൽ സൈഡിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സൈഡിലുള്ള ആൾക്കാരല്ല എന്റെ സ്റ്റാർട്ടപ്സിൽ വർക്ക് ചെയ്യുന്നത്. സ്റ്റാർട്ടപ്സിലുള്ള കംപ്ലീറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും വെബ് ഡെവലപ്പേഴ്സും ആണ്. സോ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാനുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഒരാൾക്ക് വേണ്ടി മാത്രം, ഒരാളെ മാത്രമേ എനിക്ക് ഇനിഷ്യലി എന്നെ കൊണ്ട് ബെയർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരാളെന്ന് പറയുന്നത്. 2-3 പേരുടെ ആവശ്യമുണ്ട്, പക്ഷെ ഒരാളെ മാത്രമേ എനിക്ക് ഇപ്പോഴത്തെ സ്റ്റേജിൽ എനിക്ക് ബെയർ ചെയ്യാൻ പറ്റൂ. കാരണം ഞാൻ ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്സ് വരുന്നു, എന്റെ കയ്യിലുള്ള മാക്സിമം മണി എന്നെ കൊണ്ട് സേവ് ചെയ്തേ പറ്റൂ. കാരണം ഒരുപാട് ചെലവുകൾ ഇനി വരാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരാളെ മാത്രമേ ബെയർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാണ് കമ്പനി ഡിപ്പാർട്ട്മെന്റിന്റെ 20%, അതായത് നിങ്ങൾ ചെയ്യുന്ന വർക്ക് എവിടെയാണോ അതിന്റെ 20%, അവിടെ നിന്ന് ഉണ്ടാകാൻ പോകുന്ന റവന്യൂന്റെ 20% നിങ്ങൾക്ക് കിട്ടും. സോ ആ ഒരു രീതിയിലാണ് കംപ്ലീറ്റ് പ്രോസസ്സും മുന്നോട്ട് തന്നെ പോകുന്നത്. സോ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് കോണ്ടന്റ് റിസർച്ച് ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ സെയിൽസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. എന്റെ വീഡിയോസ് ഇത്ര നാളും കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഞാൻ പണ്ട് തൊട്ടേ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്കില്ലാണ് സെയിൽസ് എന്നുള്ളത്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്കില്ലാണ് സെയിൽസ് എന്നുള്ളത്. ഞാൻ എന്നിലും കൊടുക്കുന്ന ഒരു സ്കില്ലാണ്, ഞാൻ മറ്റുള്ളവരിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്കും കൊടുക്കുന്ന ഒരു സ്കില്ലാണ് സെയിൽസ് എന്നുള്ളത്. സോ സെയിൽസും നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളോട് പറയാണ് ഇന്നതാണ് സർവീസ് അല്ലെന്നുണ്ടെങ്കിൽ ഇന്നതാണ് പ്രൊജക്ട്, അത് നിങ്ങൾക്ക് തരുവാണ്, നിങ്ങൾ അതൊന്ന് ജസ്റ്റ് ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അത് ക്ലോസ് ചെയ്യാൻ മിനിമം പറ്റണം. ഒരു 50 പേരുടെ നിങ്ങളുടെ കയ്യിലോട്ട് ഡയറക്റ്റ് ഞാൻ എടുത്തു തരാണ്. നിങ്ങൾ ആരെയും പോയി തപ്പോ ഒന്നും വേണ്ട, മനസ്സിലായി? നിങ്ങൾ കസ്റ്റമറിനെ പിടിക്കാൻ പോണ്ട, നിങ്ങൾ ഒന്നിനും പോണ്ട. കസ്റ്റമേഴ്സിനെ എടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നാൽ, ഒരു 50 പേരെ എടുത്ത് തന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു 3 പേരെങ്കിലും നിങ്ങൾക്ക് അതിനകത്ത് സെയിൽസ് ക്ലോസ് ചെയ്ത് തന്നിരിക്കുമെന്ന് ഉറപ്പുള്ള ആളാണെന്നുണ്ടെങ്കിൽ മാത്രം
അപ്ലൈ ചെയ്യുക. സാലറീഡ് ആണ്, അല്ല നിങ്ങളുടെ സെയിൽസ് കമ്മീഷൻ വെച്ചിട്ടുള്ള പരിപാടിയല്ല, സാലറീഡ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഫൈൻ, നമുക്ക് ബെയർ ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞതുപോലെ കോണ്ടന്റ് റിസർച്ച് ചെയ്യാൻ പറ്റണം, അതേപോലെ തന്നെ സെയിൽസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. എപ്പോഴും ഒന്നും സെയിൽസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരത്തില്ല. എനിക്ക് തോന്നുന്നു മന്ത്ലി വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1 വീക്കിലെ പരിപാടി മാത്രമേ കാണത്തുള്ളൂ സെയിൽസ് ഹാൻഡിലിംഗ്, ബാക്കിയെല്ലാം വേറെ പരിപാടികളായിരിക്കും. സോ അതുകൊണ്ട് ഷിഫ്റ്റ് പറ്റുന്ന ഒരാളായിരിക്കണം. പല പല ഫീൽഡിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പൊ എല്ലാ ഫീൽഡിലും എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, എന്നാലും പല പല ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്കറിയാം, നമുക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം ഉണ്ട്, ഒരു 14 ദിവസത്തെ പ്രോഗ്രാം. അതിപ്പോ കറന്റ് റണ്ണിങ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബാച്ചും കൂടെ, അതായത് 2 ബാച്ച് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ 2 ബാച്ച് കൂടെ എൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറെ കൂടെ ഡേറ്റാസ് ആഡ് ചെയ്ത് കുറെ കൂടെ നല്ല രീതിക്ക് എക്സ്പാൻഡ് ചെയ്യാൻ, ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. സോ അതിലും നല്ലൊരു ഹെൽപ്പ് എനിക്ക് ഈ ഒരാളെ കൊണ്ട് വേണ്ടി വരും. നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്ന ഒരാളായിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ച് കോണ്ടന്റ് ഐഡിയാസും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കോണ്ടന്റ് പ്രിപ്പറേഷനും സ്റ്റുഡൻസുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്ത് നിൽക്കാനും അങ്ങനെയൊക്കെ പറ്റുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് എ കൈൻഡ് ഓഫ് കോപ്പി ഓഫ് മീ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജോയിൻ വിത്ത് മീ. താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. മറ്റു കാര്യങ്ങളൊന്നും ഞാൻ വലുതായിട്ട് വലിച്ചു നീട്ടി പറയുന്നില്ല. താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. വാട്സ്ആപ്പ് ലിങ്ക് ആണ്. ഡയറക്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് ഓൾറെഡി ലോഡായി വരും. നമ്മുടെ മീഡിയ പ്രൊഡക്ഷൻ കമ്പനിയുടെ തന്നെ നമ്പറാണ്. ജസ്റ്റ് അതിൽ എന്താണോ വരുന്ന ടെക്സ്റ്റ് മെസ്സേജ് എനിക്ക് അറിഞ്ഞുകൂടാ, അതിൽ ജസ്റ്റ് നിങ്ങൾ അത് തന്നെ അയച്ചിടുക. നിങ്ങൾക്ക് റെസ്പോൺസ് വരും. നിങ്ങൾ നിങ്ങളുടെ ബേസിക് ഡേറ്റാസ് മാത്രം അയച്ചു കൊടുക്കുക. മോസ്റ്റ് പ്രോബ്ലി നിങ്ങളുടെ എക്സ്പീരിയൻസ് ചോദിക്കും. എക്സ്പീരിയൻസ് പ്രോപ്പർ ആയിട്ട് കൊടുക്കുക. നിങ്ങളുടെ CV, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. ഓക്കെ, നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങൾ എവിടെ വരെ പഠിച്ചു എന്നുള്ള ജസ്റ്റ് ബേസിക് ഡേറ്റാസ് മാത്രം ചോദിക്കും. കാരണം നിങ്ങളുടെ ആ ഒരു കാലിബർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചോദിക്കും. നിങ്ങൾക്കൊരു മീറ്റിംഗ് നിങ്ങളുമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് തരും. ഒന്നെങ്കിൽ ഞാൻ ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും. സോ ആ ടൈമിൽ കാണാം. ടാറ്റ, ബൈ ബൈ.